കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയുന്നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, സുഭാഷ് ചന്ദ്രൻ. സമകാല മലയാള ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ സുഭാഷ് ചന്ദ്രന്റെ പ്രസിദ്ധമായ കഥയായ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ ആണ് ഇന്നത്തെ കഥ പറയും നേരത്തിൽ അവതരിപ്പിക്കുന്നത്. രചനാരീതിയിലും പ്രമേയ സ്വീകരണത്തിലും അത്യന്തം നവീനത പുലർത്തുന്ന സുഭാഷ് ചന്ദ്രന്റെ സൃഷ്ടികൾ പുതിയ മലയാള കഥയുടെ ചൈതന്യത്തിന്റെ അടയാളമായി മാറുന്നു. ഈ എഴുത്തുകാരന്റെ ബിംബപ്രയോഗങ്ങളിലെ മൌലികതയും അപൂർവചാരതയും എടുത്തു പറയേണ്ടതാണ്. മനുഷ്യനും സത്യവുമായുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് കഥയെന്ന് കരുതുന്ന സുഭാഷ് ചന്ദ്രന്റെ സൃഷ്ടികൾ ഇതിനെ സാധൂകരിക്കുന്നു. ഓരോ കഥയ്ക്കും വ്യതിരിക്തതയാർന്ന ഒരു ശൈലിയും പ്രമേയവും ഉൾക്കൊള്ളണമെന്ന ശാഠ്യം ഈ എഴുത്തുകാരനുണ്ട്. മനുഷ്യനൊരാമുഖം, സമുദ്രശില, മധ്യേ ഇങ്ങനെ, ദാസ് ക്യാപിറ്റൽ, പർദീസാനഷ്ടം, കഥകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി മിക്ക പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒരു കരുത്തൊഴിലാളിയുടെ വീട്ടിലെ സങ്കടങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിലെ സ്ഥലം കേരളമല്ല. സാർവകാലിക മനുഷ്യഭാവങ്ങൾക്ക് മാറ്റമില്ല എന്ന് ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സുഭാഷ് ചന്ദ്രന്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: പർദീസാനഷ്ടം, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, തൽപ്പം, ബലി, 3 മാന്ത്രികന്മാർ. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. സുഭാഷ് ചന്ദ്രൻ. അസ്തമയം കഴിഞ്ഞുള്ള മരവിച്ച വെളിച്ചത്തിലൂടെ കിഴവൻ മിറൽ വേച്ച് നടന്നു. മഞ്ഞുകാലമായിരുന്നു. തന്റെ കുഞ്ചുരോമങ്ങളിൽ ഹിമം പെയ്തടിയുന്നതും പിഞ്ഞിയ കമ്പിളിയുടുപ്പിന്റെ വിടവുകളിലൂടെ തണുപ്പിന്റെ കത്തിമുനകൾ ആഴുന്നതും അറിയാതെ റോട്ടർഡാമിലെ ദുഷിച്ച ആവാസസ്ഥാനങ്ങളും വിളവെടുപ്പ് കഴിഞ്ഞ് പ്രസവരക്ഷ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പാടങ്ങളും പിന്നിട്ട് വീടിന്റെ നേരെയുള്ള ചെളിയിടവഴിയിലേക്ക് അയാൾ തിരിഞ്ഞു. അപ്പോഴേക്കും ദിക്കുകൾ ഇരുട്ടിയിരുന്നു. ഒരൊറ്റ ദിവസത്തെ യാത്ര കഴിഞ്ഞുള്ള മടക്കമാണെങ്കിലും 1 നൂറ്റാണ്ടിനപ്പുറത്തു നിന്ന് വരുന്നതുപോലെ മിറലിന് വീട് അപരിചിതമായി തോന്നി. ആ ചെറിയ വീട്ടിൽ അപ്പോൾ മാത്രം ആരോ കത്തിച്ചുവെച്ച വിളക്കിന്റെ ഒരു കിരണം ജനാലപ്പഴുതിലൂടെ കിഴവന്റെ കണ്ണിൽ വീണു. മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിന്റെ ഒറ്റ ബിന്ദു ഒരേയൊരു വെളുത്ത പൂവച്ച ഏകാന്തമായ ശവകുടീരമാക്കി വീടിനെ മാറ്റിക്കാണിച്ചു. ഇടമലം ഉലഞ്ഞ വീട് അടുത്തു വന്നു. കുഴമണ്ണിൽ പൊതഞ്ഞ് കനം വെച്ച മരച്ചെരിപ്പുകളോട് നരച്ച ഇരുട്ടിൽ നടക്കല്ലുകൾ ബന്ധപ്പെട്ട് കയറി മിറൽ വാതിലിൽ മുട്ടി. ജൂലിയാന, അത് അദ്ദേഹം തന്നെയാണ്. ജരയേശി ഒരു സ്ത്രീ ശബ്ദം അകത്ത് വിളിച്ചു പറഞ്ഞു. 4 പാളികളുള്ള കഥകിന്റെ ചേർപ്പുരേഖകൾ വാതിൽച്ചട്ടത്തിന്റെ ചതുരത്തിനകത്ത് മെലിഞ്ഞ ഒരു കുരിശു തീർത്തിരുന്നു. അത് പിളർന്നു നീങ്ങിയപ്പോൾ അയാളുടെ മകന്റെ ഭാര്യ ജൂലിയാനയുടെ
അമിതാകാംക്ഷ കൊണ്ട് വിളർത്ത നിഴൽമുഖം തെളിഞ്ഞു. കണ്ടോ അച്ഛാ? വായിൽ നിന്ന് നീരാവിയുടെ ഒരു ചെറിയ മേഘത്തെ തുറന്നുവിട്ടുകൊണ്ട് ജൂലിയാന ചോദിച്ചു. ശീതകാലത്തിന്റെ പ്രഭാവത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു തീക്കനൽ കിഴവൻ മിറലിന്റെ നെഞ്ചിൽ വീണു. ഇല്ല എന്ന വാക്കിന് എല്ലാവിധത്തിലുള്ള ധ്വനിയും പേറാവുന്ന ഒരു ഉത്തരം അയാളുടെ ഹൃദയത്തെ വേവിക്കാൻ തുടങ്ങി. ജൂലിയാനയുടെ കണ്ണിലേക്ക് നോക്കാതെ ദീർഘമായ നടത്തം കൊണ്ട് പൊള്ളി വേദനിച്ച കാൽപ്പാടങ്ങൾ മരച്ചെരുപ്പിൽ നിന്ന് സ്വതന്ത്രമാക്കി മിറൽ അകത്തേക്ക് റാന്തലിന്റെ മഞ്ഞ വിഷാദത്തിലേക്ക് നിവർന്നു. പുത്രഭാര്യയുടെ ആധി നിറഞ്ഞ മുഖം വീണ്ടും അയാൾക്കെതിരെ വന്നു. ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന പരിപരുത്ത കൈവിരലുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു. പൊട്ടിവലിഞ്ഞ് പ്രാചീനകാലത്തെ ഏതോ പക്ഷിയുടേതുപോലുള്ള അയാളുടെ ശിരസ് ദൈന്യതയോടെ ഒന്നിളകുക മാത്രം ചെയ്തു. ആ മുറിയുടെ അങ്ങേയറ്റത്ത് ആണി പറഞ്ഞ് നിലം പൊത്താറായ ഒരു കൊച്ചുമേശയ്ക്ക് ചുറ്റുമായി മിറലിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി 3 പേർ കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഹാക്ക് പട്ടണത്തിന് മൈലുകളപ്പുറം കിടന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ 2 പേർ. ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ. അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ ക്ഷമാപൂർവ്വം ഞൊറിവെച്ച് തുന്നിയ ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ 8 വയസ്സുകാരി അന്ന. തന്റെ അച്ഛന്റെ അച്ഛൻ ദേഹത്തുനിന്ന് പാൽപ്പൊടി പോലുള്ള മഞ്ഞ് വിറയ്ക്കുന്ന കൈകൊണ്ട് തൂത്തുമാറ്റുന്നത് നോക്കി കൗതുകത്തോടെയിരുന്നു. മേശയ്ക്ക് മുകളിലായി വീടിന്റെ ചെരിഞ്ഞ മേൽക്കൂരയിൽ നിന്ന് തൂക്കിയിട്ട മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശം അവരുടെ കുഞ്ഞു ചുണ്ടുകളുടെ മേൽ മൂക്കിന്റെ കൂർമ്പൻ നിഴൽ വീഴ്ത്തി. അന്നയുടെ മുഖത്തേക്ക് നോക്കി ജൂലിയാന അകമടങ്ങി നിന്നു. ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവൽ റാങ് തോമസ് കൂറ മണം കോർന്ന തന്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കി എഴുന്നേറ്റു. വില്യം 3-ാമൻ രാജാവിന്റെ ഛായയെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ചു മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം. ജൂലിയാനയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് റാങ് തോമസ് പറഞ്ഞു, വിഷമിക്കേണ്ട മകളെ, ഞങ്ങളെപ്പോലെ കണ്ണുപിടിക്കാത്ത വയസ്സന്മാർക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഖനികളിലെ കാര്യം അറിഞ്ഞു വരാൻ കഴിയില്ല. എന്തായാലും നാളെ ഞാൻ അവിടം വരെ പോയി വരും. ഖനിയിലെ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങു കൃഷി തന്നെയാണ് നല്ലതെന്ന് ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കും. ജൂലിയാന വാതിലടച്ച് സാക്ഷികൾ ബന്ധിച്ചു. ഈർച്ചമില്ലുകളെപ്പോലെ ശബ്ദിച്ച് ഇരുട്ടിലെ ചീവീടുകളുടെ സ്വരം പൊടുന്നനെ മുറിഞ്ഞു. ആ നിമിഷം ചുമരിലെ ഘടികാരത്തിൽ നിന്ന് തുള്ളിതുള്ളിയായി സമയം താഴേക്കിറ്റുന്ന ശബ്ദം വീട്ടിൽ നിറഞ്ഞു. ഘടികാരത്തിന് വലതുവശത്തായി ക്രൂശിതനായ കർത്താവിനു മുന്നിൽ മുട്ടുകുത്തി വിലപിക്കുന്ന മറിയത്തിന്റെ ഒരു ചില്ലുപടം തൂക്കിയിരുന്നു. ജൂലിയാന അതിനു മുന്നിൽ തന്നെ ചെന്നു നിന്നു. അപ്പോൾ കുരിശിൽ നിന്ന് തുള്ളിത്തുള്ളിയായി ചോരയിട്ടുന്ന ശബ്ദവും അവൾ കേട്ടു. മാതാവേ, അവൾ മനസ്സിൽ ഉരുകി. ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരപകടവും വരുത്തരുതേ. പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവളത് തിരുത്തി. ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ. ജൂലിയാന കൈയെത്തിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ നാളം നീട്ടി. പ്രായത്തിന് സഹജമായ തിളക്കത്തെ കെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്ത് കുടിയേറിയിരുന്ന ക്ലേശത്തിനും പീഡയ്ക്കും മീതെ വെളിച്ചം ചെളിപോലെ പുരണ്ടു. വിരലിലെ മണ്ണെണ്ണ മണം ശിരോവസ്ത്രത്തിൽ തുടച്ച് അവൾ തന്റെ അച്ഛനമ്മമാരുടെ അടുത്തായിരുന്നു. അപ്പോൾ അന്ന എഴുന്നേറ്റ് മിറലിന്റെ അടുത്തേക്ക് ചെന്നു. മഴയേറ്റ ഉരുളക്കിഴങ്ങ് പാടങ്ങളുടെ ഗന്ധമുള്ള മുത്തച്ഛനോട് അവൾ ചേർന്നു നിന്നു. മുത്തച്ഛ, കൊഞ്ചിൽ നിന്ന് വിടുതൽ കിട്ടാത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു. മുത്തച്ഛ, ഈസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എന്റെ അച്ഛനോട് പറഞ്ഞില്ലേ? മിറൽ അവളുടെ ഉടുപ്പിന്റെ ഞൊറിവുകളിൽ വിരൽ ഓടിച്ചുകൊണ്ട് കരച്ചിലിന്റെ ചാർച്ചയുള്ള ഒരു ചിരിയോടെ പറഞ്ഞു, ഓവു മോളെ. പിന്നെ മുത്തച്ഛ, ഞാൻ നല്ല കുട്ടിയായി ഇരിക്കുകയാണെന്നും നിക്ലോസീവിന് ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം കിട്ടുമെന്നും പറഞ്ഞില്ലേ? കുഞ്ഞുമുഖം ഇളക്കിക്കൊണ്ട് അന്ന വീണ്ടും ചോദിച്ചു. പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതയുള്ള തിരിയക്കുകളുടേതുപോലെയുള്ള ഒരു സഹായഭാവം അവളുടെ മുഖത്ത് പട്ടകെട്ടിയിരുന്നു. മിറൽ അന്നയെ ചേർത്ത് പിടിച്ചു. അവിചാരിതമായ ആ ആശ്ലേഷം അവൾക്ക് നന്നേ രസിച്ചു. പുന്നാരച്ചറവോടെ അന്ന വീണ്ടും പറഞ്ഞു, മുത്തച്ഛ, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന്. നമുക്കും ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ. ആണോ മുത്തച്ഛ?
അത്രയുമായപ്പോൾ ജൂലിയാനയുടെ അമ്മ ചടച്ചു നീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെപ്പോലെ കാണപ്പെട്ട ആ വൃദ്ധ അന്നയെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. എന്റെ കുഞ്ഞേ, എന്റെ മോളെ, വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്നു വന്നു. പിന്നെ അന്നയും ഒന്നും മിണ്ടാതായി. നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള, വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കെൽപ്പില്ലാത്ത ആ ചെറിയ വീട്, 3 വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞുപോലുള്ള ഒരു മൗനത്തിൽ ആമഗ്നമായി. ഘടികാരത്തിന്റെ നെഞ്ചടിപ്പിനെയും ഏറ്റവും നേർത്ത നിശ്വാസങ്ങളെയും റാന്തൽ നാളത്തിന്റെ ഉലച്ചിലിനെപ്പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനത്തിൽ. അതിന്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ കസേരയെ ശബ്ദിപ്പിച്ചുകൊണ്ട് ജൂലിയാന എഴുന്നേറ്റു. നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്ന് തന്റെ അതിഥികളാണെന്ന തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള വീട്ടമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടായി. നമുക്ക് ഭക്ഷണം കഴിക്കാം, ജൂലിയാന പറഞ്ഞു. 7 മണിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കിഴവൻമറൽ സ്വന്തം ഹൃദയം തിളയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ട് ജൂലിയാനയുടെ ചലനങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു. ജൂലിയാന ഭക്ഷണമേശ റാന്തൽ വിളക്കിന് താഴേക്ക് കുറച്ചുകൂടെ നീക്കിയിട്ടു. അഴുക്ക് പിടിച്ചതെങ്കിലും വെളുത്തതെന്ന് പറയാവുന്ന ഒരു തുണി കൊട്ടിക്കുടഞ്ഞ് അതിന്മേൽ വിരിച്ചു. അടുക്കളയിൽ നിന്ന് ചായ നിറച്ച കിറ്റിലുകളും വിള്ളലുകൾ വീണ കവടിക്കപ്പുകളുമായി വന്നു. പിന്നെ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. മണ്ണിനടിയിൽ പെട്ടിച്ചറഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ മുടിയും തൊലിയും ഉരിഞ്ഞു പറഞ്ഞ് കിഴവൻമിറൽ ദീർഘമായി നിശ്വസിച്ചു. ചെറിയ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായി അവർ ഇരുന്നു. ആകെ 4 കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. സാമുവൽ റാങ് തോമസും ഭാര്യയും പിന്നെ മിറലും ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇരിപ്പിടം ബാക്കി വന്നു. തന്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ളത് ആ കസേരയിലാണ് എന്നോർത്തുകൊണ്ട് ജൂലിയാന അതിലിരുന്നു. ഇരിപ്പിടം കിട്ടാത്ത ഖേദമൊന്നുമില്ലാതെ അന്ന തന്റെ മുത്തശ്ശി കവടിക്കപ്പുകളിൽ ചായ പകരുന്നത് നോക്കി അവർക്കരികിൽ നിന്നു. ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളികളായി താഴേക്കിറ്റുന്ന ശബ്ദം വീണ്ടും ജൂലിയാനയുടെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. സാമുവൽ റാങ് തോമസ് തന്റെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ഭാര്യയോട് എന്തോ പറയാനാഞ്ഞു. അന്ന അവളുടെ കുഞ്ഞു പ്രായത്തിന്റെ കൊതികൾക്ക് അരോചകമാണെങ്കിലും ചിരപരിചയത്താൽ ശ്രദ്ധിച്ച ഒരു സ്വാദോടെ ഉരുളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു. ഒരു നിമിഷം തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് തന്റെ ഭർത്താവിന്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട് ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി. എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിന്റെ കടുംമഞ്ഞു വെളിച്ചത്തിൽ വൃദ്ധന്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷം ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞുപോകുന്നതായി ജൂലിയാന അറിഞ്ഞു. സുഭാഷ് ചന്ദ്രന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികരിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് അല്ലാസ്. കഥയ മമ കഥകളതി സാദരം.